കൊച്ചി നടൻ മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിയായ നടിക്കെതിരെ യുവതി രംഗത്ത്. 16 വയസ്സുള്ളപ്പോൾ തനിക്ക് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈ കൊണ്ടുപോയി കാഴ്ചവെച്ചെന്ന് മൂവാറ്റുപുഴ സ്വദേശിയായ യുവതി. നടിയുടെ അടുത്ത ബന്ധു കൂടിയായ യുവതി കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്കും DGPമാർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെന്നും അവരെല്ലാം സുഖമായി ജീവിക്കുന്നെന്ന് നടി പറഞ്ഞെന്ന് യുവതി മാതൃഭൂമി.comനോട് പറഞ്ഞു. 2014 സംഭവം നടന്നത്. പ്രത്യേക അന്വേഷണ സംഘം യുവതിയിൽ നിന്ന് മൊഴിയെടുക്കും. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടി യുവതിയെ ചെന്നൈയിൽ കൊണ്ടുപോവുകയായിരുന്നു. ചെന്നൈ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഞാനും അമ്മയും കൂടിയാണ് ചെന്നൈയിൽ അവരുടെ വീട്ടിൽ പോയത്. അവിടെ അവരുടെ മക്കളെ നോക്കാനെന്ന് പറഞ്ഞ് അമ്മയെ വീട്ടിൽ നിർത്തിയിട്ട് എന്നെ നന്നായി ഒരുക്കി അവർ ഓഡിഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയായിരുന്നു. അണ്ണാനഗറിൽ നിന്ന് ഒരു ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ മുറിയിൽ 5-6 ആണുങ്ങളുണ്ടായിരുന്നു. എനിക്ക് അവർ ഷെയ്ക്ക് ഹാൻഡ് അല്ല തന്നത്. പിന്നാലെ എൻ്റെ മുഖത്തും മുടിയിലുമൊക്കെ തൊടുകയായിരുന്നു. ഞാൻ അവരെ തട്ടി മാറ്റി. അപ്പോഴാണ് എനിക്ക് ഓഡീഷൻ അല്ല എന്ന് മനസ്സിലായത്. ഞാൻ ഓക്കെ ആണോന്നൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. പിന്നാലെ അലറി വിളിച്ച് കരഞ്ഞാണ് രക്ഷപ്പെട്ടത്, യുവതി പറഞ്ഞു. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ ഓഡീഷന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതൊന്നും വിശ്വസിക്കാതിരിക്കാനായില്ല. ഈ സംഭവത്തിന് ശേഷം തിരികെ ചെന്നൈയിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ തന്നെ അമ്മയും കൂട്ടി തിരികെ പോരുകയായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അമ്മ അവരെ ഫോൺ ചെയ്ത് കുറെ ചീത്ത പറഞ്ഞു. കുറെ കാലം ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിനു മുമ്പും പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെന്നും അവരെല്ലാം സുഖമായി ദുബായിലും മറ്റും ജീവിക്കുന്നുവെന്നുമാണ് അവർ എന്നോട് പറഞ്ഞത്. അവരും ഇടയ്ക്ക് ദുബായിലൊക്കെ പോയി വരാറുണ്ട്. അവരുടെ ഇളയ മകളുടെ പ്രായമാണ് എനിക്ക് അന്ന്. ഇതൊന്നും ആരോടും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. നടൻ മുകേഷിനെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചതിനാലാണ് ഇപ്പോൾ ഈ കാര്യം തുറന്നു പറയാൻ തയ്യാറായത്. നടിയുടെ പശ്ചാത്തലം ഇതാണെന്ന് നാട്ടുകാർ അറിയണം. ഇന്ന് അവർ ഒന്നും അറിയാത്ത പാവത്തെ പോലെ സംസാരിക്കുന്നു. അന്ന് ഈ സംഭവത്തിന് ശേഷം ഞാൻ എത്രമാത്രം ട്രോമ നേരിട്ടിട്ടുണ്ടെന്ന് മറ്റാർക്കും അറിയില്ല, യുവതി മാതൃഭൂമി.comനോട് പറഞ്ഞു. അതേസമയം യുവതിയുടെ പരാതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ചേച്ചിയെ കുറിച്ച് കേട്ടതൊക്കെ ഇങ്ങനെയായിരുന്നു. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ.